നമസ്കാരം. പക്രുവിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ പക്രുവിൻ്റെ ഓരോരോ കഥകളും ഞാൻ ഓരോരോ ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് പക്രുവിൻ്റെ ജീവിതത്തിൽ നടന്ന ഇന്നൊരു കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ പക്രു ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവൻ കോളേജിലും സ്കൂളിലും എല്ലാം പോകുന്ന സമയത്ത് അവനിക്ക് ഈ ഞായറാഴ്ച ലീവുള്ള ദിവസം അവൻ എന്തെങ്കിലും കിട്ടിയ ജോലിക്ക് പോകും. അപ്പോൾ എന്തെങ്കിലും ഈ സിമെൻറ്റ് പണിയെടുക്കുന്ന അവരെ താഴെ ഇങ്ങനെ ഹെൽപ്പേഴ്സായിട്ട് അങ്ങനെ ഇങ്ങനെ പോവും. അവനക്ക് കിട്ടിയ പൈസ അവന് എന്തെങ്കിലും ഇങ്ങനെ അവൻ്റെ ഓരോരോ വേണ്ട ഇതിന് യൂസ് ആക്കുന്നുണ്ടായി. അപ്പോൾ അവനോട് ആരോ പറഞ്ഞു, ഇതുപോലെ നീ കുറച്ച് പൈസ സേവ് ആക്ക്, അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരത്തിന് പെടും. അപ്പോൾ നീ ഈ പൈസനൊരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്ക്, എന്നിട്ട് നീ കുറച്ചായിട്ട് ഈ ബാങ്കിലേക്ക് ഇട്ട് വെക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ നാട്ടിൽ അതൊരു ചെറിയൊരു ഗ്രാമമായിരുന്നു. അപ്പോൾ അവിടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വെറും 100 rupees 100 രൂപ മതി. അങ്ങനെ ഇവൻ പോയി ഒരു 100 രൂപ കൊടുത്ത് ഇവൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പിന്നെ അതിലേക്ക് ഇവൻ പൈസ ഒന്നും കെട്ടിയില്ല. അതൊരു മാസമോ 2 മാസമോ കഴിഞ്ഞ് ഒരു ദിവസം കൂട്ടുകാരെല്ലാം കൂടി ഒരു സിനിമ കാണാൻ വേണ്ടി പ്ലാൻ ഇട്ടു. അപ്പം പക്രുവിൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പം പക്രു ഓർത്ത്, എൻ്റെ ഒരു 100 രൂപ ഇല്ലേ ബാങ്കിൽ, അപ്പം അതെനിക്ക് എടുക്കാമല്ലോ. അങ്ങനെ നേരെ പക്രു ബാങ്കിൽ ചെന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എനിക്കൊരു ചെക്ക് ലീഫ് വേണം. ഒരു ചെക്ക് ലീഫ് കൊടുത്തു. ഈ പക്രു 100 രൂപ അതിലെഴുതി, എന്നിട്ട് സൈനിട്ട് അവരെ ബാങ്കിൽ കൊടുത്തു. അപ്പം അവർ ഇതൊന്ന് നോക്കി, പക്രുവിനെ നോക്കി ഒരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, ആ 100 രൂപ തരാൻ പറ്റൂല, ആ 100 രൂപ ഇവിടെ ഡെപ്പോസിറ്റായിട്ട് വേണം. അത് ബാങ്കിൽ ഓപ്പൺ ചെയ്ത ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അതിന് വെക്കുന്ന പൈസ. പക്രു ബഹളം കൂട്ടി, എൻ്റെ പൈസ നിങ്ങളെന്തിന് ബാങ്കിൽ വെക്കുന്നത്? അത് വെക്കാൻ ഞാൻ സമ്മതിക്കൂല. എനിക്കിപ്പോൾ അർജൻറ്റ് പൈസ വേണം. എൻ്റെ അടുത്ത് ബസ്സിന് പൈസ ഇല്ല, എനിക്കിപ്പോൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകണം, എൻ്റെ അടുത്ത് 1 രൂപയില്ല, എനിക്ക് ആ പൈസ വേണം. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, ഇത് തരാൻ പറ്റില്ല, ഈ പൈസ ഇവിടെ ഈ ബാങ്കിൽ വേണം, നിങ്ങൾ അക്കൗണ്ടിലുള്ളത് കൊണ്ട് ഇത് വേണം. പിന്നെയും പക്രു ബഹളമുണ്ടാക്കി, എൻ്റെ പൈസ നിങ്ങളെന്തിനാ വെക്കുന്നേ? എൻ്റെ പൈസ എനിക്ക് വേണം, ഞാൻ നയിച്ച പൈസ, അത് എനിക്ക് വേണം. 100 അതെനിക്ക് വലുതാ, എൻ്റെ പൈസ എനിക്ക് വേണം. ബഹളം കൂട്ടാൻ തുടങ്ങി. അടുത്ത് നിന്നവർക്കെ പക്രുവിനെ നോക്കുന്നുണ്ടായി. ഇത്രയും ഒരു അറിവില്ലാത്ത ഒരു മനുഷ്യൻ ഇപ്പോഴും ഉണ്ടോയെന്ന് പറഞ്ഞ് പക്രു അതൊന്നും നോക്കുന്നില്ല. പക്രു പിന്നെയും വീണ്ടും പറയും, എൻ്റെ പൈസ എനിക്ക് താ, എൻ്റെ 100 രൂപ എനിക്ക് ഇപ്പം വേണം. സഹി കേട്ടപ്പോൾ ബാങ്കിൽ നിന്ന് സ്റ്റാഫ് വിളിച്ച് പറഞ്ഞു, അവൻ്റെ പൈസ 100 രൂപ കൊടുത്തുകളാ, അവൻ്റെ അക്കൗണ്ട് വേണ്ട. എന്നിട്ട് അവർ 100 രൂപ അവന് തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് പക്രു വെറുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം. വീണ്ടും കാണാം ഇനിയൊരു വീഡിയോയിൽ.